ഹലോ ഹലോ. അപ്പോൾ കമോൺ നമുക്ക് ടാറ്റ പോയാലോ. ഞങ്ങൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടാണ് പോകുന്നത്. ഞാൻ ചന്ദനക്കുറി തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചന്ദനക്കുറി തൊടണം, അതല്ലേ ഹീറോയിസം എന്നാണ് കൃഷ്ണ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും കൂടാണ് പോകുന്നത്. കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു നെല്ലിക്ക കൊടുത്തു. അത് കൊടുത്തതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി. അപ്പോഴാണ് കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇല ഇരിക്കുന്നുണ്ട്. അതെടുത്ത് കളഞ്ഞതിൻ്റെ സന്തോഷമാണ് കൊച്ചുവിൻ്റെ മുഖത്ത്. അങ്ങനെ നമ്മളിത് അമ്പലം എത്തി. ഇന്ന് നമ്മൾ അമ്പലത്തിലാണ് പോകുന്നത്. ഒരാൾ ഗോപിക്കുറിയൊക്കെ തൊട്ട് മുടുക്കനായിട്ട് ഇരിക്കുന്നതുണ്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴാണ് നമ്മൾ കുറേ കടകൾ കണ്ടത്. എല്ലാം അടിപൊളിയായ കളക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ കടകളിലും കയറി ഒന്ന് നോക്കി. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അമ്മയും കൊച്ചും കൊലുസ് കടയിൽ കൊച്ചിന് വേണ്ടി കൊലുസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നാണ് കൃഷ്ണുവിൻ്റെ മൈൻഡ് വോയിസ്. അത് കേട്ടുകൊണ്ട് ഞാനും മോളും മിണ്ടാതെ നിന്നു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് മാലകൾ അടുക്കിയിട്ടേക്കുന്നത് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ മാലകളും അടുക്കിയിട്ടേക്കുന്നത് കാണാൻ. അങ്ങനെ നമ്മുടെ താരങ്ങളെത്തി. നമ്മളിന്ന് എന്തിനാ അമ്പലത്തിൽ വന്നതെന്നറിയോ? തൊഴാൻ മാത്രമല്ല, ഇന്ന് ജൂജുൻ്റെ ഡാൻസ് ഇന്ന് അമ്പലത്തിൽ വെച്ചുണ്ട് കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് വന്നില്ല. അവൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൃഷ്ണുവിനെ കണ്ടതില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെയൊന്നും മൈൻഡ് കൂടെ ചെയ്തില്ല. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ജൂജുൻ ടീമും സ്റ്റേജിൽ കയറി കേട്ടോ. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത പോലെ അടിപൊളിയായിട്ട് കുട്ടികൾ കളിച്ചു കേട്ടോ. ഫുൾ ഡാൻസ് വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാട്ടോ ഇടാത്തത്. അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ഡാൻസ് കണ്ടുകൊണ്ടിരുന്നു. കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ജുജുവിനെ വിളിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഡാൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് വിശന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ കടയിൽ പോയി കുറച്ച് കോളിഫ്ലവർ ബജിയും വെള്ളവും ഒക്കെ മേടിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ജൂജു ഒക്കെ ഡാൻസിന് കയറിയപ്പോൾ തൊട്ട് ടെൻഷൻ അടിച്ചിരുന്നതുകൊണ്ട് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി നീ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് വിട്ടു. എന്നിട്ട് ക്യാമറ നോക്കി നല്ലൊരു ചിരിയും ചിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.